നമസ്കാരം. പ്രധാന വാർത്തകൾ. പൂരം സുഗമമാക്കാൻ നിയമനിർമ്മാണം വേണം. പ്രമേയവുമായി ആചാര സംരക്ഷണ കൂട്ടായ്മ. പൂരം സുഗമമായി നടത്താൻ നിയമനിർമ്മാണം വേണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട് തൃശൂരിലെ ആചാര സംരക്ഷണ കൂട്ടായ്മ. ആന, വെടിക്കെട്ട് തുടങ്ങിയവയ്ക്കുള്ള കർശന നിയന്ത്രണങ്ങളിൽ പ്രതിഷേധമറിയിക്കുന്നതിനായി തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിലെ ക്ഷേത്രോത്സവ കൂട്ടായ്മയാണ് ആചാര സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത്. ജല്ലിക്കെട്ട് മാതൃകയിൽ കേരളവും നിയമനിർമ്മാണത്തിലേക്ക് കടക്കണമെന്നാണ് തൃശൂരിലെ ആചാര സംരക്ഷണ കൂട്ടായ്മയുടെ ആവശ്യം. ആന എഴുന്നള്ളത്തിലുള്ള കോടതി ഇടപെടലിൽ രൂക്ഷ വിമർശനവും കൂട്ടായ്മയിൽ ഉയർന്നു. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണങ്ങൾ തുടർന്നാൽ കേരളത്തിലെ പൂരങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും ഇല്ലാതാകുമെന്നും നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് തൃശൂരിലെ ആചാര സംരക്ഷണ കൂട്ടായ്മ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. പുഷ്പ 2 റിലീസ്. യുവതിയുടെ മരണം. 4 പേർ അറസ്റ്റിൽ. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2വിന്റെ റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഹൈദരാബാദ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്റർ ഉടമ, മാനേജർ, സെക്യൂരിറ്റി ചീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സന്ധ്യ തിയേറ്ററിൽ രാത്രി 11 മണിക്കാണ് പ്രീമിയർ ഷോ ഒരുക്കിയത്. തിയേറ്ററിന് മുന്നിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നൂറുകണക്കിന് ആരാധകർ തമ്പടിച്ചിരുന്നു. അതിനിടെ അല്ലു അർജുൻ കുടുംബസമേതം സിനിമ കാണാനെത്തി. താരത്തെ കണ്ടതോടെ ആരാധകർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി. നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ പോലീസ് ലാത്തി വീശി. ഈ തിരക്കിനിടയിൽപ്പെട്ടാണ് ഹൈദരാബാദ് സ്വദേശി രേവതി കുഴഞ്ഞു വീഴുന്നത്. ആളുകൾ ചിതറി ഓടിയതോടെ ഇവരുടെ ദേഹത്തേക്ക് നിരവധി പേർ വീണു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 85-കാരനിൽ നിന്നും 17 ലക്ഷം രൂപ തട്ടി. കൊച്ചിയിൽ വീണ്ടും ഡിജിറ്റൽ തട്ടിപ്പ്. കൊച്ചിയിൽ വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. എളംകുളം സ്വദേശിയായ 85-കാരനിൽ നിന്ന് 17 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയത്. ജെറ്റ് എയർവേസിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. നവംബർ മാസത്തിലാണ് 85-കാരനിൽ നിന്ന് പണം തട്ടിയത്. ജെറ്റ് എയർവേസ് മാനേജ്മെന്റുമായി നടത്തിയ തട്ടിപ്പിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം 22-ാം തീയതി ഫോണിൽ ബന്ധപ്പെട്ടു. ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ആദ്യം 5000 രൂപ അയച്ചു തരാൻ പറഞ്ഞു. പിന്നീട് 27-ന് വീണ്ടും വിളിച്ച് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 28-ന് 16 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് 1 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തത്. 17-കാരി പ്രസവിച്ച സംഭവം. കുട്ടിയുടെ അമ്മ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിൽ. പെൺകുട്ടിയുടെ ഭർത്താവും അറസ്റ്റിലായിരുന്നു. ഏനാത്ത് കടമ്പനാട് വടക്ക് കാട്ടാത്തുംവിള പുളിവിള വീട്ടിൽ ആദിത്യൻ, പെൺകുട്ടിയുടെ അമ്മ എന്നിവരാണ് ഏനാത്ത് പോലീസിന്റെ പിടിയിലായത്. ഇവർ കേസിലെ 1-2 പ്രതികളാണ്. 3-4 പ്രതികളായ യുവാവിന്റെ മാതാപിതാക്കളുമായി ആലോചിച്ചാണ് അമ്മ ഇരുവരുടെയും വിവാഹം നടത്തിക്കൊടുത്തത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ ആദിത്യൻ 17-കാരിയായ പെൺകുട്ടിയുമായി 2 വർഷത്തോളം അടുപ്പത്തിലായിരുന്നു. തുടർന്നാണ് അമ്മ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത്. ഇന്ദുജയുടെ മരണം. ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിൽ. പാലോട് നവവധു ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ അഭിജിത്താണ് 1-ാം പ്രതിയും അജാസ് 2-ാം പ്രതിയുമാണ്. പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇന്ന് റിമാൻഡ് ചെയ്യും. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇന്ദുജയെ ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അഭിജിത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോൾ തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കണ്ടെത്തുകയായിരുന്നു.